കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസം രാമായണത്തിലെ പ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രഭാഷണം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശൂർപ്പണഖ, നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും രാമായണത്തിലെ ശൂർപ്പണഖ ശ്രീരാമചന്ദ്രനോട് പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ഈ ശൂർപ്പണഖയെ ലക്ഷ്മണൻ്റെ നേർക്ക് അയക്കുകയും ലക്ഷ്മണൻ തിരിച്ചയക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് പ്രകോപിപ്പിച്ച് അവസാനം അവളുടെ മൂക്കും ചെവിയും ഛേദിച്ചതിൻ്റെ ശരിയാണോ, അങ്ങനെ ശ്രീരാമൻ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നലെ നൽകിയതെങ്കിൽ, ഇന്ന് വരുന്നത് മറ്റൊരു ചോദ്യമാണ് ഇതേപോലത്തെ. എന്താണെന്ന് വെച്ചാൽ, ബാലിവധം. ഏറ്റവും കൂടുതൽ ശ്രീരാമചന്ദ്രനെ പഴി പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ബാലിവധം എന്നുള്ളത്. എന്തുകൊണ്ട് എനിക്കറിയില്ല. രാമായണം എല്ലാവരും വായിക്കുന്നുണ്ട്. രാമായണം ഇങ്ങനെ വായിച്ചിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഈ ബാലിവധത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അപ്പോൾ രാമായണം ഇങ്ങനെ ഒഴുക്കം മട്ടിൽ വായിച്ചു പോകുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ബാലിവധം നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? രണ്ടാൾക്കാർ തമ്മിലുള്ള സംഘർഷം. ആ രണ്ടാൾക്കാർ തമ്മിലുള്ള സംഘർഷത്തിൽ ഈ രണ്ടാളുടെ പ്രശ്നത്തിൽ ഒരു ഭാഗവാക്കുമല്ലാത്ത മൂന്നാമതായ ഒരു വ്യക്തി, ആര്? ശ്രീരാമൻ. അദ്ദേഹം ഈ ബാലിയുമായിട്ട് ഒരു തരത്തിലുള്ള ശത്രുതയും ഇല്ലാഞ്ഞിട്ട് പോലും മരത്തിന് മറഞ്ഞിരുന്നു കൊണ്ട് അസ്ത്രമയച്ചു ബാലിയെ കൊന്നു. അത് ശരിയല്ല. ഒരു മര്യാദ പുരുഷോത്തമൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശ്രീരാമൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠനായ സാക്ഷാൽ നാരായണൻ്റെ അവതാരമായി കണക്കാക്കുന്ന ഈ ബാലിയെ, അല്ലെങ്കിൽ ഈ ശ്രീരാമചന്ദ്രൻ ബാലിയെ അങ്ങനെ കൊന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന വിധത്തിലാണ് ബുദ്ധിജീവികളായ കുറേ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. രാമായണ മാസം ആകുമ്പോൾ ഇവർ ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പുറത്തേക്ക് വരിക. കാരണം ഇന്ന് ഇത് പല സ്ഥലത്തും പോയിട്ട് അലക്കി ഹിന്ദുക്കളെ ഉത്തരമുട്ടിക്കണം. ഇത് വരുന്നതാരാ? ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ രാമായണം കൃത്യമായി വായിക്കാത്ത ആൾക്കാരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ആശയക്കുഴപ്പത്തിലാക്കി ശ്രീരാമചന്ദ്രനോട് ഒരു വെറുപ്പുണ്ടാക്കണം. അതാണല്ലോ ഉദ്ദേശം. എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, എന്താണ് ഈ രാമായണത്തിൽ നമ്മൾ മലയാളികൾക്ക് കിട്ടുന്ന രാമായണം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ രാമായണമാണ്. അതെന്താണ്, കാരണം, എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാമായണങ്ങൾ, നിരവധി രാമായണങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം ഒരു 10-30ഓളം തരത്തിലുള്ള രാമായണമുണ്ട്. കൃത്തിവാസ രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, ബാലരാമായണമുണ്ട്, വയനാടൻ രാമായണമുണ്ട്, അതുപോലെ തന്നെ ആനന്ദ രാമായണമുണ്ട്, അത്ഭുത രാമായണമുണ്ട്. അങ്ങനെ നിരവധി രാമായണം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ പുറത്തെത്ര ഉണ്ടാവും നമുക്ക് ഊഹിക്കാലോ. 300-ലേറെ തരത്തിലുള്ള രാമായണം ഉണ്ടെന്നാണ് അറിയുന്നത്. ആവട്ടെ, അപ്പോൾ അതിലൊരു രാമായണമാണ് എഴുത്തച്ഛൻ്റെ രാമായണം. ആ രാമായണമാണ് നമ്മൾ വായിച്ചിട്ടാണ് ഇത്തരത്തിൽ വിമർശനവുമായിട്ട് വരുന്നത്. എന്നാൽ മൂലഗ്രന്ഥം എന്ന് പറയുന്ന സാധനത്തിന് പുറംചട്ട പോലും ഇങ്ങനെയുള്ള ആൾക്കാർ കണ്ടു കാണില്ല. ഇവിടെ എന്താ വിഷയം? ഈ പറയുന്ന നമ്മുടെ ബാലിയെ ശ്രീരാമചന്ദ്രൻ അമ്പ് ചെയ്ത് കൊന്നു. അത് ശരിയല്ല. ഞാൻ പറഞ്ഞു, ഞാനും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ശരിയല്ല, ഈ പറയുന്ന തരത്തിലാണെങ്കിൽ ശരിയേ അല്ല. എന്നാൽ അങ്ങനെയല്ല കൊന്നത്. അതാണ് വലിയ വിഷയം. അങ്ങനെയല്ല കൊന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ ഒരു പോയിന്റ് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു ആനയെ വകവരുത്തണം, വേണ്ട ഒരു സിംഹത്തിനെ കൊല്ലണം. നിങ്ങൾ എന്താ ചെയ്യുക? നേരിട്ട് പോയിട്ട് യുദ്ധം ചെയ്യുവാണോ ചെയ്യുക? അതല്ലെങ്കിൽ അതിനെ മറഞ്ഞിരുന്ന്, ചിലപ്പോൾ അതിനെ ഇതാക്കണമെങ്കിൽ കൂട്ടിൽ കെണി വെച്ച് പിടിക്കുകയോ, അല്ല മറഞ്ഞിരുന്ന് വെടിവെക്കുകയോ, മറഞ്ഞിരുന്ന് അസ്ത്രപ്രയോഗം നടത്തുകയോ, എന്താണ് ചെയ്യുക? സിംഹത്തിനെ കൊല്ലണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരാളും അതിനെ മറഞ്ഞിരുന്ന് മാത്രമേ ആക്രമിക്കൂ. ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. ഇനി സിംഹമെന്നാവണ്ട, ആനയാവട്ടെ, ഒരു കുറുക്കനായാൽ പോലും നമ്മൾ ഒരു പേപ്പട്ടിയെ പോലും നമ്മൾ അപ്രതീക്ഷിതമായി ചാടി കൊന്നുകളയാനേ നോക്കൂലൂ. ശരിയാണല്ലോ.
മാത്രമല്ല നമ്മളൊരു പക്ഷിയെ നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിലും അതറിയാതെ അതിനെ വഞ്ചിച്ചും കൊണ്ട് കെണി വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുക. ഞാനിവിടെ കെണി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് ഇതിൽ കുടുങ്ങൂ ഇതിൽ വീഴൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പക്ഷികളുടെ സമീപിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇത്തരത്തിൽ പക്ഷി മൃഗാദികളെ എല്ലാത്തിനെയും മനുഷ്യൻ കീഴടക്കിയിരുന്നത് മറഞ്ഞിരുന്നിട്ട് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ സിംഹത്തിന് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം സിംഹം ശക്തിമാനാണ്. അപ്പോൾ ഒരു ശക്തിമാനെ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. ബാലി എന്ന് പറയുന്നത് വാനരനാണ്. ഇനി ഈ ബാലിക്ക് എന്തെങ്കിലും ശ്രേഷ്ഠമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു നല്ല ഗുണവും ഇല്ല ബാലിക്ക്. കാരണം എല്ലാവർക്കും ദ്രോഹം ചെയ്തിട്ടുള്ള ഒരാളാണ് ബാലി. അങ്ങനെയുള്ള ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആര് പ്രവർത്തിക്കുന്നത്? ഭരതൻ രാജാവായിട്ടുള്ള ആ രാജ്യം, ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് ഉള്ളത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്. ശ്രീരാമൻ തന്നെ ബാലിയെ കൊന്നു ഈ അസ്ത്രം എഴുതി താഴെ വീണ് കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഭരതൻ്റെ ഈ രാജ്യത്ത് നിയമം നടപ്പാലാക്കാൻ വേണ്ടിയാണ് ഭരതൻ്റെ ദൂതനായ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭരതനാണ് ശ്രീരാമൻ്റെ രാജാവ്. ഇപ്പോൾ അയോധ്യയിലെ രാജാവാരാ? ഈ ഭരതനാണ്. അപ്പോൾ ആ ഭരതൻ്റെ പ്രജയാണ് അവിടെയുള്ള എല്ലാവരും, ഏട്ടനായാലും അനിയനായാലും അച്ഛനായാലും അവരുടെ ഇതാണ്. ആ രാജാവിൻ്റെ ഇംഗിതം നടപ്പിലാക്കേണ്ടവരാണ് അവർ. അപ്പോൾ ഇതാണ് ഞാനിവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം നീ ക്രൂരതയുടെ പര്യായമാണ്. ഒരു ക്രൂരതയുടെ പര്യായമായതിനെ എങ്ങനെയാണ് നശിപ്പിക്കുക? അപ്പോൾ ചോദിക്കും എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന്. അവിടെ തന്നെ നമുക്ക് വേറൊരു സംശയം കൂടി വരാറുണ്ട്. പലരും ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമനെ വിമർശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ ബാലിയെ കൊല്ലുന്ന സമയത്ത് നമ്മളെ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അത് അനുജൻ്റെ ഭാര്യയായിട്ടുള്ള രുമയെ ബാലി ഫലമായിട്ട് ഭാര്യയാക്കി വെച്ചു. അപ്പോൾ അനുജൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പുത്രിക്ക് സമാനമാണ്. അപ്പോൾ പുത്രിക്ക് സമാനമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഫലമായിട്ട് ഭാര്യയാക്കി വെച്ചത് മഹാപാപമാണ്. അതുകൊണ്ടാണ് കൊല്ലുന്നതെന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഈ വിമർശിക്കുന്ന ബുദ്ധിജീവികളായ ആൾക്കാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ബാലിയെ കൊന്നതിന് ശേഷം ഈ ബാലിയുടെ ഭാര്യയെ സുഗ്രീവൻ ഭാര്യയാക്കി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമല്ലേ? അപ്പോൾ ആ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ത്രീയെ ഭാര്യയാക്കി വെച്ചതിന് തെറ്റില്ലേ? എന്തുകൊണ്ട് ശ്രീരാമൻ അതിന് അനുവാദം കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം. ആ ഒരു സംശയം വരുന്നുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നത്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബാലി ആരാണെന്ന് ചിന്തിക്കണം. ബാലി ശരിക്കും എന്താ പറഞ്ഞാൽ ഇന്ദ്രൻ്റെ മകനാണ്. സുഗ്രീവൻ ആരാണ്? സൂര്യൻ്റെ മകനാണ്. അമ്മ അരുണനാണ്. ഇവർക്കുണ്ടായ കുട്ടി വളരുന്നത് എവിടെയാണ്? അഹല്യയുടെ ആശ്രമത്തിലാണ്. ഈ അഹല്യയുടെ ആശ്രമത്തിൽ നിന്നും ഗൗതമ ഋഷി ശപിച്ചിട്ടാണ് ഇവർ വാനരന്മാരായി പിറക്കുന്നത്. കാരണം അവിടെ കുസൃതികളും കാര്യങ്ങളൊക്കെ ആയി നടക്കുന്നു. മാത്രമല്ല ഏതൊരവസരത്തിലും ഇവരുടെ പുറകെ ആണ് ഈ അഹല്യ നടക്കുന്നത്. അതുകൊണ്ട് ഗൗതമൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് ഈ മക്കളെ പരിപാലിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇതാക്കി. മാത്രമല്ല ഭയങ്കര വികൃതികളുമായിരുന്നു. ആ വികൃതി ആയതുകൊണ്ട് ഈ വാനരന്മാരുടെ ചേഷ്ടകൾ കളിക്കുന്നത് കൊണ്ട് അവർക്ക് ശാപം കൊടുത്ത് നിങ്ങൾ വാനരന്മാരായി തീരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ വാനരന്മാരായി പോകുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ വനത്തിൽ ആരുമില്ലാതെ കൊച്ചുകുട്ടികൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഋക്ഷരജസ് എന്ന് പറയുന്ന വാനര രാജാവ് ഈ രണ്ട് മക്കളെയും എടുത്ത് വളർത്തുന്നത്. ആര്? ഋക്ഷരജസ്. ഒരു ആളും ഇവർക്ക് സഹായത്തിനില്ല, ഒരു നാഥനുമില്ലാത്തത്. അങ്ങനെ വളർത്തിയെടുത്ത് അവർക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു. പക്ഷേ ഈ ഭാര്യ എന്ത് ചെയ്തു എന്ന് പറയുമോ? ഈ ഋക്ഷരജസ്സാകുന്ന തൻ്റെ അച്ഛനെ പിടിച്ച് തടവറയിലിട്ടു. എന്നിട്ട് ഭരണം ഏറ്റെടുത്തു. അതാണ് ഭാര്യയുടെ മഹത്വം. സ്വന്തം കാരണം ഒരു ഗതിയില്ലാതെ നടന്നവരെ പിടിച്ച് നല്ല ജോലിയും കാര്യങ്ങളെല്ലാം കൊടുത്ത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ യുവരാജാവായിട്ട് വാഴിക്കുന്ന സമയത്താണ് പിടിച്ചിട്ട് തടവറയിലിടുന്നത്. തീർന്നില്ല. കൂടാതെയോ വാനരന്മാർക്ക് പത്നിമാരാകേണ്ടത് വാനര സ്ത്രീകളാണ്. എന്നാൽ അസുര സ്ത്രീകൾ ബാലിയെ പിടിച്ചുകൊണ്ടുവന്ന് ഭാര്യയാക്കി അല്ലെങ്കിൽ വെപ്പാട്ടികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ സ്ത്രീകളെ തൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നു. വാനര സ്ത്രീകളായിട്ട് സ്വന്തം അനുജൻ്റെ ഭാര്യയെപ്പോലും ഈ കാമഭ്രാന്ത് കാരണം പിടിച്ച് തൻ്റെ വരുതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വൈര ജീവിതം അവിടെ ഇല്ല. അത്തരത്തിൽ ക്രൂരമായ പ്രവൃത്തിക്ക്
അല്ലെങ്കിൽ ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു വാനരനായിരുന്നു ബാലി എന്നർത്ഥം. ഇവിടെ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന സുഗ്രീവനെ ആട്ടിയോടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ബലാല് കരബലം കൊണ്ട് തൻ്റെ ഭാര്യയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്തവനെ പിന്നെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. ആ ഒരു കൃത്യമാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ വെറുതെ പോയിട്ട് അസ്ത്രം തൊടുക്കല. ഈ ഒരു കൊല്ലാൻ ഒരു കാരണമുണ്ട്. എന്താണ്? തൻ്റെ സുഹൃത്തിന് കൊടുത്തൊരു വാക്ക്, നിന്റെ ശത്രുവായ ഭാര്യയെ ഞാൻ വധം ചെയ്ത് നിന്നെ അവിടെ രാജാവാക്കാം, എങ്ങനെ കൊല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ശത്രുവായി, കാരണം എൻ്റെ മിത്രം അവനൊരു ശത്രു ഉണ്ടെങ്കിൽ അത് എനിക്കും ശത്രുവാണ്. നമ്മുടെ കുടുംബത്തിന് എൻ്റെ ഭാര്യയ്ക്കൊരു ശത്രുവായിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെയും ശത്രുവായിട്ട് നമ്മൾ കണക്കാക്കണം. ഭാര്യയെ ദ്രോഹിക്കുകയും ഭാര്യയെ മാനസികമായി വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് ശത്രുവാണല്ലോ. അതുപോലെ തന്നെ ഭർത്താവിനുള്ളത് ഭാര്യയ്ക്ക് ശത്രുവാണല്ലോ, മക്കൾക്ക് ശത്രുവാണല്ലോ. അതുപോലെ ഇവിടെ മിത്രമായിട്ടുള്ള സുഗ്രീവൻ്റെ ശത്രു ശ്രീരാമനും ശത്രുവാണ്. അപ്പോൾ ആ ശത്രുവിനെ വധം ചെയ്ത് നിനക്ക് നഷ്ടമായിട്ടുള്ള രുമയെ അല്ലെങ്കിൽ ഭാര്യയെ തിരിച്ചേൽപ്പിക്കാമെന്നും അതുപോലെ കിഷ്കിന്ധ്യയിൽ രാജാവാക്കാമെന്നും ആര് വാക്ക് കൊടുത്തിട്ടുണ്ട്? ശ്രീരാമൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാക്ക് പാലിക്കണ്ടേ? ആ വാക്ക് പാലിക്കണമെങ്കിൽ ബാലിയോട് നേരിട്ട് യുദ്ധം ചെയ്യണം. കാരണം സിംഹത്തിനോട് നേരിട്ട് സാധാരണക്കാരായ മനുഷ്യന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഇവിടെ എന്താണ്? ബാലിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആരോട് യുദ്ധം ചെയ്താലും ആ യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ശക്തി ഈ ബാലിക്ക് ലഭിക്കും. ഇപ്പോൾ സുഗ്രീവനോട് യുദ്ധം ചെയ്താൽ സുഗ്രീവൻ്റെ പകുതി ശക്തി ആർക്ക് കിട്ടും? ബാലിക്ക് കിട്ടും. രാമനോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ രാമൻ്റെ പകുതി ശക്തി ആർക്ക് കിട്ടും? ഈ ബാലിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വമായതുകൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ പാടുണ്ടോ? സിംഹത്തിനോട് നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യും? നമ്മൾ എല്ലാ മൃഗങ്ങളോടും ചെയ്യുന്ന അതേ കാരണം സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും മൃഗമാണ് ഈ ബാലി. അപ്പോൾ അങ്ങനെയുള്ള ആ ബാലിയെ മറഞ്ഞിരുന്നു കൊന്നു വാക്ക് പാലിക്കാൻ. ഒരു മൃഗത്തിനെ എങ്ങനെയാണോ, ആനയെ എങ്ങനെ നമ്മൾ പിടിക്കുക? ഒരു വലിയൊരു വാരിക്കുഴി കുത്തി അതിൽ ചപ്പും ചവറൊക്കെ ഇട്ട് ആനയെ ഓടിച്ചു കൊണ്ടുവന്ന് ആ കുഴിയിലേക്ക് ചാടിക്കും. അങ്ങനെ ആനയെ പിടിക്കുന്നത്. അല്ലാതെ ആനയുടെ പോയിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് വാ ആനയെന്ന് പറഞ്ഞാൽ ആന വരില്ല, തൂക്കിയെടുത്ത് എറിയും. അപ്പോൾ ഓരോന്നിനും ഓരോ വിധിയുണ്ട്. അങ്ങനെ ബാലിയെ കൊല്ലുവാനാണ് ഈ ശ്രീരാമചന്ദ്രൻ വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ബാലിയെ കൊല്ലുന്നത് ബാലിയുടെ ക്രൂരകൃത്യങ്ങൾ ആധിക്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. ക്രൂരകൃത്യങ്ങളാണ് മൊത്തത്തിൽ ബാലിക്കുള്ളത്. അപ്പോൾ ആ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഓരോന്നിനെയും ഓരോ തരത്തിലാണ് കൊല്ലുന്നത്. ഇപ്പോൾ താടകയെ കൊന്നു നമ്മൾ. താടകയെ കൊല്ലുന്ന അവസരത്തിലോ ഒരസ്ത്രം അയച്ചിട്ട് നേരിട്ട് കൊല്ലാൻ പറ്റി. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലാണ് കൊല്ലാൻ പറ്റുക, അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സംശയം വരുന്നത് എന്താണ്? ഈ ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ ഭാര്യയാക്കി വെച്ചു. എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ അമ്മയ്ക്ക് സമമാണ്. അമ്മയ്ക്ക് സമമായിട്ടുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭാര്യയാക്കി വെച്ചത് തെറ്റല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതും ശ്രീരാമൻ്റെ അനുവാദത്തോടു കൂടി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നറിയോ? സുഗ്രീവൻ ജീവിച്ചിരിക്കുമ്പോഴാണ്, സുഗ്രീവനെ ആട്ടി ഓടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇദ്ദേഹം സ്വന്താക്കിയത്, ബാലി. എന്നാൽ ബാലി മരിച്ചു. ഈ പറയുന്ന ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര വിധവയായി. ആ വിധവയായ സ്ത്രീക്കാണ് ഇദ്ദേഹം ഒരു ജീവിതം കൊടുക്കുന്നത്. ഇന്നും നമുക്കറിയാം, കേരളത്തിൽ പോലും പല സ്ഥലത്തും ഉണ്ട്, ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനുജൻ വിവാഹം കഴിച്ചിട്ട് സംരക്ഷിക്കുന്ന ഒരു ചടങ്ങ് ഇന്നും കേരളത്തിൽ പല ഭാഗത്തുണ്ട്. അപ്പോൾ അനിയൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് അതിൻ്റെ ആ കുട്ടികളെയും സ്ത്രീയെയും സംരക്ഷിക്കുന്ന എത്രയോ അനുജന്മാർ ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സംരക്ഷണമാണ് സുഗ്രീവൻ ശരിക്കും താരയോട് ചെയ്യുന്നത്. അവിടെ രാമായണം വായിക്കുമ്പോൾ തന്നെ അതിൽ വളരെ വ്യക്തമായി പറയുന്നു, വൈധവ്യ ദുഃഖം അക്കാലമൂഴിയിൽ എന്ന് പറയുന്നുണ്ട്. വൈധവ്യ ദുഃഖം അക്കാലമൂഴിയിൽ ഒരിടത്തും കാണാനുണ്ടാകില്ല എന്നാണ് പറഞ്ഞത് ശ്രീരാമൻ്റെ ഭരണകാലഘട്ടത്തിൽ. കാരണം ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർ മറ്റൊരു വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം ശ്രീരാമചന്ദ്രൻ അവിടെ നടപ്പിലാക്കിയിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണ് ചെയ്യുക.
പല ആൾക്കാരും അവൾ വിധവയാണ്, അവൾ അശുഭമാണ് എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അതിന് മാറ്റം വരുത്തി അവൾ ഒരിക്കലും അശുഭമല്ല, അവൾ ശുഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ തുടക്കം കുറിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബാലിയെ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പരാജയപ്പെടുത്തി ഫലമായി പിടിച്ചിട്ട് കൊടുത്തതല്ല അവിടെ. ആ വിധവയായിട്ടുള്ള താരയ്ക്ക് ദുഃഖമില്ലാതാക്കാൻ വേണ്ടി ഭർത്താവ് മരിച്ച ദുഃഖം കുറച്ച് ദിവസം കഴിയുമ്പോൾ മറക്കും. അതല്ല, കല്യാണം കഴിക്കാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ദുഃഖം ഇങ്ങനെ തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഉടൻ തന്നെ മറ്റൊരു വിവാഹം എന്ന പോലെ ഈ പറയുന്ന താരയുടെ ഉത്തരവാദിത്വം സുഗ്രീവനിൽ ഏൽപ്പിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതല്ലാതെ ഈ ബുദ്ധിജീവികൾ പറയുന്നത് പോലെ ശ്രീരാമചന്ദ്രൻ ഭാര്യയെ വധിച്ചത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വാൽമീകി രാമായണം പറഞ്ഞു തരുന്നുണ്ട്, അത് തെറ്റല്ല. കാരണം ഒരു മൃഗത്തിനെ എങ്ങനെയാണോ ഒരു മനുഷ്യൻ കീഴ്പ്പെടുത്തുന്നത് അതേ തലത്തിലാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. ഇന്നും അന്നും ഒരു മനുഷ്യനും നേരിട്ട് പോയിട്ട് മൃഗങ്ങളെ കീഴ്പ്പെടുത്താറില്ല. ആനയായാലും സിംഹമായാലും ഒരു കുരങ്ങനെ ആയാൽ പോലും വേഗം മരത്തമ്മ കയറി ചാടി പിടിക്കുകയല്ല ചെയ്യുക, അതിനെ കെണി വെച്ച് പിടിക്കുകയാണ് ചെയ്യുക. അതാണ് സർവ്വസാധാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഇനിയും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെന്ത് വേണം, എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വോയിസ് ആയിട്ട് ഇടുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, എഴുതിയിടുക. എനിക്ക് ഇങ്ങനൊരു സംശയമുണ്ട്, അല്ല മറ്റു പല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംശയം കേൾക്കുന്നു, ശ്രീരാമൻ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ രാമായണത്തിൽ എങ്ങനെയല്ലേ, മഹാഭാരതത്തിൽ അങ്ങനെയല്ലേ. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയങ്ങളും ഇത്തരത്തിൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് താഴെ ഇടാം. അറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. നമ്മൾക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിലുണ്ട്. നമ്മളിതൊന്ന് ചെറുങ്ങനെ അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി, അതിന് ഉത്തരം നമുക്ക് കിട്ടും. കാരണം ഇന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരത് എടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ ഗ്രന്ഥം അങ്ങനെയാണ്, നിങ്ങളുടെ രാമൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ ശിവൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യുകയോ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ മോശമായി ചിത്രീകരിക്കുകയോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പിലൊക്കെ അത് അയച്ചു തരിക. നമുക്ക് പരമാവധി അതിന് നല്ലതായ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ ശ്രമിക്കാം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.